എല്ലാ വർഷവും നാട്ടിൽ പോകുന്ന ഹോളിഡേയ്ക്ക് നാട്ടിൽ നിന്നും വീണ്ടും നമ്മൾ ഏതെങ്കിലും സ്ഥലമോ ഏതെങ്കിലും ദേശമോ ഒക്കെ സന്ദർശിക്കാൻ വേണ്ടി മക്കളുമായിട്ട് പോകാറുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യം നാട്ടിൽ ഭയങ്കര മഴയായിരുന്നു ഞങ്ങളുടെ ഹോളിഡേ ടൈമിൽ. അപ്പം ദൂരെ എങ്ങും പോയില്ല. നമ്മൾ വീട്ടിൽ നിന്നും തേക്കടിക്ക് ഒരു യാത്ര പോയി. ഞങ്ങളുടെ കൂടെ മറ്റ് 2 ഫ്രണ്ട്സ് ഫാമിലിയും ഉണ്ടായിരുന്നു. ആ യാത്രയിലെ കുറേ നല്ല മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന കുളിർമ നൽകുന്ന കുറേ കാഴ്ചകളും, അതുപോലെ തന്നെ ഞങ്ങൾ തേക്കടിയിലെ എലിഫൻ്റ് കോട്ട് റിസോർട്ടിലാണ് ഞങ്ങൾ 2 ദിവസം സ്പെൻഡ് ചെയ്തത്. അതിലെ കുറേ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. നമ്മൾ യാത്ര പോകുന്ന വഴിയിലുള്ള കുറേ കാഴ്ചകൾ മനസ്സിന് ഒരുപാട് കുളിർമ നൽകുന്നതാണ്. അതായത് ഞങ്ങൾ ഇടുക്കി കുമളി റോഡിൽ കൂടെ പോകുമ്പം നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ കുമളി തേക്കടി റോഡിൽ കൂടെയുള്ള യാത്രയിലും 2 സൈഡിലുമുള്ള റോഡിൽ കൂടെയുള്ള ആ വൃക്ഷങ്ങളും മലകളും കുന്നുകളും താഴ്വരകളും വർണ്ണിക്കാൻ കഴിയാത്ത വിധം വളരെ പ്രകൃതി ഇത്ര ഭംഗിയാണോ എന്ന് ഓർക്കത്ത് പോവും. അതുപോലെ തന്നെ എലിഫൻ്റ് കോട്ട് റിസോർട്ടിൽ എത്തിയപ്പോൾ ഞങ്ങളെ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാവരും നല്ല ഫ്രഷ് മുല്ലമാല ഇട്ടാണ് സ്വീകരിച്ചത്. അപ്പം ഞങ്ങളുടെ കൂടെ ഷാജൻ സ്കറിയയുടെ ഫാമിലിയും, അതുപോലെ തന്നെ UK നിന്നുമുള്ള ഷാജി കൊച്ചുറാണി അവരുടെ ഫാമിലിയും അവരുടെ മക്കളും നമ്മുടെ മക്കളും എല്ലാം ഏകദേശം ഒരേ പ്രായക്കാരാണ്. അവരെല്ലാവരും കൂടെ ഉള്ള ആ എൻജോയ്മെൻറ്റും ഞങ്ങളുടെ എൻജോയ്മെൻറ്റ്സും ഒക്കെ ഈ യാത്രയിൽ കാണാം. അതുപോലെ തന്നെ തേക്കടി നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ തേക്കടി വിസിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ടിയ ഒരു സ്ഥലമാണ്. അതിൻ്റെ ടൗണൊക്കെ എത്ര ക്ലീനായിട്ടാണ് അവിടുത്തെ ഗവൺമെൻറ് ഇത് പരിരക്ഷിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് വളരെ അഭിമാനം തോന്നും. നമ്മുടെ കേരളത്തിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടും ഇത്രയും ക്ലീനായിട്ടുമുള്ളൊരു സിറ്റി അത് കാണുമ്പം തന്നെ നമുക്കും മനസ്സിന് ഒരുപാട് സന്തോഷമാണ്. അപ്പം നിങ്ങൾ ഈ കാഴ്ചകൾ കാണുക. ഈ റിസോർട്ടിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഈ റിസോർട്ടിൽ കൂടുതലും വിദേശികളാണ് വന്ന് സ്റ്റേ ചെയ്യുന്നത്. അവർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഈവനിങ്ങുകളിൽ ഈ റിസോർട്ടിനുള്ളിലുള്ള ഹോളുകളുണ്ട്. ആ ബിൽഡിങ്ങിൽ 2-3 ബിൽഡിങ്ങിനകത്ത് വലിയ ഒരു എൻ്റർടൈൻമെൻറ്റ് ഹോളും അതുപോലെ സ്റ്റേജൊക്കെയുള്ള ഹോളാണ്. അതിനകത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഉള്ള കലാരൂപങ്ങളുടെ ആവിഷ്കരണം, അത് നൃത്തമാകട്ടെ വാദ്യമേളമാകട്ടെ ഒക്കെ അവർ അറേഞ്ച് ചെയ്യാറുണ്ട്. ഞങ്ങളുണ്ടായിരുന്ന ദിവസം 2 കുട്ടികളുടെ, ഒരാണും ഒരു പെൺകൊച്ചിൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു. അത് കുച്ചിപ്പുടിയും അതുപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ എത്ര നല്ല ബ്രില്യൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളെയാണ് അവർ അറേഞ്ച് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് 2 കുട്ടികളും നൃത്തം അവതരിപ്പിച്ചു. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ ഒരു കുറച്ച് നമ്മളിവിടെ എത്ര ദിവസം സ്റ്റേ ചെയ്താലും നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് ബുഫേ ആണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് കഴിക്കാം. അത് കേരളത്തിലെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും നമ്മൾ ഉപയോഗിക്കുന്ന അപ്പം, പൊറോട്ട, നാൻ, റൊട്ടി, ബ്രെഡ്, അതുപോലെ തന്നെ അതിനുള്ള കറികൾ, കട്ട് ഫ്രൂട്ട്സ്, കുറച്ച് ഡെസേർട്ട് എല്ലാം ബ്രേക്ക്ഫാസ്റ്റിനും ഉൾപ്പെടുത്തും അവർ. അതുപോലെ തന്നെ എല്ലാ മീൽസിനും, ലഞ്ചാണേലും ഡിന്നറാണേലും ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കതുപോലെ ലഞ്ച് ഞങ്ങൾ വെളിയിൽ നിന്നാണ് കഴിച്ചത്. ഡിന്നർ അവിടെ ബുഫേ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുമായിരുന്നു. ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് ബുക്ക് ചെയ്യണം. നമുക്ക് എന്താണ് മീൽസ് വേണ്ടത്, ബുഫേ ആണോ അതോ നമ്മൾക്ക് മറ്റെന്തെങ്കിലും
നമുക്ക് എന്താണെങ്കിലും എല്ലാം അവിടെ റെഡിയാണ്. ഒത്തിരി ഞങ്ങൾ എൻജോയ് ചെയ്തു. ഫുഡാണെങ്കിലും എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ആ റിസോർട്ടിൻ്റെ ഒരുപാട് ഏക്കറിലാണ് ആ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പരിസരം ഒക്കെ അവർ മനോഹരമായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ ചുറ്റിനുമുള്ള മരങ്ങളും അതുപോലെ തന്നെ അവർ നല്ല ഗാർഡനും കൂടുതലും നല്ല മനോഹരമായ മരങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ ബിൽഡിങ്ങിലും കുറച്ച് കുറച്ച് റൂമുകളായിട്ടാണ്, ഇൻഡിവിജ്വൽ റൂമുകളായിട്ടും സെപ്പറേറ്റ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കത് ചൂസ് ചെയ്യാം ഏത് തരത്തിലുള്ള റൂമാണ് നമുക്ക് വേണ്ടതെന്ന്. എന്താണെങ്കിലും എല്ലാ റൂമും വളരെ സ്പേഷ്യസ് ആണ്. അതുപോലെ അതിൻ്റെ എല്ലാ റൂമുകളുടെയും ഫ്രണ്ടിൽ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ബാക്ക് സൈഡിലുണ്ട് ഒരു ഗാർഡൻ. എല്ലാ റൂമുകൾക്കും വെളിയിൽ നല്ലൊരു ഗാർഡനും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവരത് ബിൽറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം വളരെ ഭംഗിയും വളരെയധികം നമ്മൾ എൻജോയ് ചെയ്ത ഒരു സ്റ്റേ ആയിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ അത് ഓരോന്നും ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. അവിടെ നിന്ന് തന്നെ ബോട്ടിങ് തുടങ്ങുന്നതിൻ്റെ അവിടെ നമ്മൾ പാസ്സൊക്കെ എടുത്താണ് പോകേണ്ടത്. വളരെ രസമാണ് അത്. നമ്മൾക്കൊരു 2 മണിക്കൂറുണ്ട് ബോട്ടിങ്. അതിൽ നമുക്ക് 2 സൈഡിലും കാടാണല്ലോ. ആ കാട്ടിൽ നിന്നും ആന വെള്ളം കുടിക്കാൻ വരുന്നതും, മാനുകൾ, ഉടുമ്പ് എന്ന് പറയുന്ന ഒരു ജീവി, അങ്ങനെ കുറേ മൃഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടു. പുലിയുണ്ട് ആക്ച്വലി ആ കാട്ടിൽ, പക്ഷെ പുലിയെ ഒന്നും നമ്മൾ കണ്ടില്ല. എങ്കിലും ആ ബോട്ടിങ്ങിൻ്റെയും കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ബോട്ടിങ്ങിന് പോയപ്പം അവർ നമുക്ക് സേഫ്റ്റി വെസ്റ്റൊക്കെ തന്നു. അതെല്ലാവരും ധരിച്ച് മാത്രമേ അവിടെ നമ്മൾ ആ സീറ്റിൽ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇൻ കേസ് വല്ലതും ആ ബോട്ട് മുങ്ങുവാണെങ്കിൽ നമ്മൾക്ക് ചെയ്യണമെങ്കിൽ ആ സേഫ്റ്റി വെസ്റ്റൊക്കെ ധരിച്ചേ പറ്റത്തുള്ളൂ. അത് ധരിച്ചുകൊണ്ട് എല്ലാവരും ആ 2 മണിക്കൂറിൻ്റെ ബോട്ടിങ് ശരിക്കും എൻജോയ് ചെയ്തു മക്കളൊക്കെ. ഇപ്പോൾ ഞാൻ സൂം ചെയ്ത് ഒരു ബിൽഡിങ് കാണിക്കുന്നുണ്ട്. അത് ഒരു പാലസായിരുന്നു. ലേക്ക് പാലസ് റിസോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അത് പെരിയാർ തടാകത്തിൽ കൂടാണ് ആക്ച്വലി നമ്മൾ ഈ ജലയാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ 2 സൈഡിലും ഭയങ്കര കാടാണ്. അത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ആ സ്ഥലം തന്നെയാണ് നമ്മൾ ഈ റിസോർട്ട് ഇരിക്കുന്നത്. അത് തിരുവിതാംകൂർ ചിത്തിരത്തിരുനാൾ മഹാരാജാവിൻ്റെ സമ്മർ ഹൗസ് പാലസായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ബിൽഡിംഗ് ആണ് ഞാനിപ്പോൾ ഈ സൂം ചെയ്ത് കാണിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ ഒരുപാട് ഇങ്ങനെ ആ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് അത് ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞില്ല. എന്നെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇപ്പോഴും ഗവൺമെൻറ് അത് വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആരും അവിടെ താമസിക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. അപ്പം അത് നിങ്ങൾക്ക് ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പെരിയാറിലേക്ക് കൂടെയുള്ള ബോട്ടിംഗ് അടിപൊളിയായിരുന്നു ആക്ച്വലി. ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് നമുക്ക് അവർ ബസ് സർവീസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മളുടെ റിസോർട്ടിൻ്റെ അവിടോട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന. പക്ഷേ മക്കളെല്ലാവരും അതേ കയറിപ്പോയി. ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. കാടിനുള്ളിൽ കൂടെ ഞങ്ങളുടെ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ എല്ലാവരുമല്ല, ഞങ്ങളുടെ അഡൾട്ടുകളും ഞങ്ങളുടെ കൂടെ ഷാജൻ്റെയും ബോബിയുടെയും മോള് ഗംഗോത്രി
അവളും ഞങ്ങളോടൊപ്പം നടക്കാൻ തീരുമാനിച്ചു. ബാക്കി ഞങ്ങളുടെ മക്കളെല്ലാവരും ബസ്സിന് കയറിപ്പോയി. അപ്പം ഒരു 2 മണിക്കൂറോളം നടക്കണം കാട്ടിനുള്ളിൽ കൂടെ, 1.5-2 മണിക്കൂറോളം. ഇടയ്ക്ക് കോഫി ഷോപ്പൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ നടന്നു. വളരെ രസകരമായിരുന്നു ഈ നടപ്പും യാത്രയും. ഞങ്ങളുടെ ഫ്രണ്ട്സുകളിൽ എല്ലാവരും കൂടെ ഉള്ള തമാശകളും. കാട്ടിനുള്ളിൽ കൂടെ നടക്കുമ്പം പല തരത്തിലുള്ള ഒച്ചകളും ബേഡ്സിൻ്റെയൊക്കെ ഓരോ അലകളും ഒക്കെ കേൾക്കാം. ചില സന്ദർഭങ്ങളിൽ അതൊക്കെ ഒരു കുറച്ച് പേടി തരുന്ന വിധത്തിലുള്ളതാണ്. എങ്കിലും ധൈര്യം സംഭരിച്ച് ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെ കാട്ടിക്കൂടെയുള്ള 1.5-2 മണിക്കൂർ യാത്രകൾക്കൊടുവിൽ ടൈഗർ റിസർവ്, ഇവിടൊക്കെ പുലികൾ, ജീവനുള്ള പുലികൾ ഓടി നടക്കുന്ന സ്ഥലമാണ്. എന്താണോ ഞങ്ങൾക്ക് പേടിയൊന്നും തോന്നിയേയില്ല. ഞങ്ങളുടെ കൂടെ ഒരു സ്റ്റാഫും കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് ഇതിനകത്ത് ഞാൻ റെക്കോർഡ് ചെയ്തില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആ സ്റ്റാഫ് ഞങ്ങളുടെ കൂടെ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നും തോന്നിയില്ല. പക്ഷേ ഞങ്ങളോട് പറഞ്ഞു ഇവിടെയൊക്കെ പുലിയുണ്ട്. ഞങ്ങൾക്ക് ജീവനുള്ള പുലിയെ കണ്ടില്ല. പക്ഷേ ആ ടൈഗറുകളുടെ ഒരു കുറച്ച് ടൈഗറുകളെ ബിൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ ആളുകൾക്ക് വാണിംഗ് കൊടുക്കുന്നതാണ് അവിടെ പുലികളുണ്ടെന്നുള്ള. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ 1-2 ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്ന് ഞങ്ങൾ ഈ ബോട്ടിങ് തുടങ്ങുന്നതിൻ്റെ അവിടെ നമ്മൾ പാസ്സൊക്കെ എടുക്കുന്നതിൻ്റെ അവിടെയാണ് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് കാർ അവിടെയാണ് ഞങ്ങൾ കൊണ്ടിട്ടിരുന്നത്. ഞങ്ങളുടെ കാറുകളുടെ അടുത്തേക്ക് ഞങ്ങൾ അങ്ങനെ നടന്നു പോയി. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിസോർട്ടിലെത്തി. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയി. ട്രക്കിങ് തേക്കടിയിൽ സത്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. ഭയങ്കര ഇടുക്ക് നിറഞ്ഞ് വഴികളിൽ കൂടാണ് ഈ ജീപ്പ് ഞങ്ങളെയും കൊണ്ട് ഒരു കുന്നേലോട്ട് പോയത്. വളരെ നമുക്ക് ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുമ്പം വളരെ എൻജോയ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ പേടിയും ഉണ്ടാകും. എന്ന് വെച്ചാൽ ആ റോഡൊക്കെ അത്രയ്ക്കും കുന്നും കല്ലും എല്ലാം നിറഞ്ഞതാണ്. ആ കല്ലിടുക്കുകൾ കൂടെയും കുഴിയിൽ കൂടെയും ഒക്കെ ഈ ജീപ്പ് നമ്മളെയും കൊണ്ട് ആ കുന്നേലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ ഒരു ഭയമുണ്ട്. പിള്ളേരൊക്കെ സ്ക്രീം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് ഇനിയും കാണുന്നത്. നിങ്ങളെ വളരെ മനോഹരമായ വലിയൊരു മലയുടെ മണ്ടയ്ക്കാണ് ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ജീപ്പ് ചെന്നെത്തിയത്. അവിടെ നിന്നുമുള്ള ആ ഭൂപ്രകൃതിയെ പറ്റി വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. അത്രയ്ക്കും ഭംഗിയാണ്. നിങ്ങൾ ആരെങ്കിലും തേക്കടി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് സ്റ്റേ ചെയ്യാം. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ട് അത്യാവശ്യം നല്ലൊരു, അത് 5 സ്റ്റാർ റിസോർട്ടാണ്, എലിഫൻറ്റ് കോട്ട് റിസോർട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് സ്റ്റേ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ സത്രം എന്ന സ്ഥലത്ത് നിങ്ങൾ പോകണോ. അതിൻ്റെ ആ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് ചുറ്റുപാടും വീക്ഷിക്കുമ്പോൾ പ്രകൃതി ഇത്ര ഭംഗിയാണോ എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ആ സ്ഥലത്ത് നിന്നും വളരെ അടുത്താണ് ശബരിമല എന്നാണ് ഞങ്ങളെയും കൊണ്ട് ട്രക്കിങ്ങിന് പോയ ആ ഡ്രൈവേഴ്സ് ഞങ്ങളോട് പറഞ്ഞത്. അവിടെ നിന്നും വിളക്ക് തെളിയുന്നത്, ശബരിമലയിലെ വിളക്ക് തെളിയുന്നത് വളരെ അടുത്ത്, അവിടെ നിന്നും ഒരു 10 കിലോമീറ്റർ ദൂരേ ഉള്ളൂ എന്ന് ഞങ്ങളെ ആ സ്ഥലമൊക്കെ ചൂണ്ടിക്കാണിച്ചു. വളരെ മനോഹരമാണ് അവിടെയൊക്കെ കാണാൻ. വലിയൊരു കാട്ടിനുള്ളിലാണെങ്കിലും വളരെ ശബരിമല ആ തേക്കടിയിൽ നിന്ന് വളരെ അടുത്താണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് ഞങ്ങളുടെ കയ്യിൽ പാട്ടുപെട്ടിയൊക്കെ ഉണ്ടായിരുന്നു.
കുഞ്ഞുങ്ങൾ എല്ലാവരും വളരെ എൻജോയ് ചെയ്തു. മക്കളെല്ലാവരും ഏകദേശം ഒരേ പ്രായക്കാരായതുകൊണ്ട് ഇതെല്ലാം ഡാൻസും പാട്ടും അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങൾ വളരെ നല്ല എണ്ണം എൻജോയ് ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാം. സെക്കൻഡ് ഡേ നൈറ്റ് ഞങ്ങൾ വെളിയിൽ നിന്ന് വേറൊരു ഹോട്ടലിൽ പോയാണ് ഫുഡ് കഴിച്ചത്, ഒരു ചേഞ്ചിന് വേണ്ടി. നല്ല അടിപൊളി ഫുഡായിരുന്നു അവിടുത്തേതും. അത് പെരിയാർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അതിൻ്റെ വീഡിയോ ഇവിടെ എടുത്തിട്ടില്ല, പക്ഷെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടിയ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു പെരിയാർ റെസ്റ്റോറൻറ്റ്. അതുപോലെ തന്നെ പിന്നെ രാത്രിയിൽ കുറച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ബുഫേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് ഫോട്ടോകളാണ് ഇനിയും കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും 11 മണിയോടുകൂടി ചെക്കൗട്ട് ചെയ്ത് വീട്ടിലേക്ക് ഞങ്ങൾ പോരുന്നു. പിന്നെ ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ പരിസരങ്ങളൊക്കെ കുറച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഞങ്ങൾ താമസിച്ചിരുന്ന ഓരോ റൂമുകളുടെയും വെളിയിലൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ആ സിറ്റിംഗ് ഏരിയ ഇല്ലെങ്കിൽ ബാക്ക് സൈഡിലുണ്ടാവും. അതൊക്കെ വളരെ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ വളരെ പ്രയോജനപ്പെടും. അങ്ങനെ അവർ ബിൽറ്റ് ചെയ്തുകൊണ്ട് എല്ലാം കൊണ്ടും വളരെയധികം എൻജോയ്മെൻ്റ് ഉള്ള ദിവസങ്ങളായിരുന്നു. ആ 3 ഡേയ്സും ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. അതുപോലെ വളരെ തിരക്കിനിടയിൽ നിന്നും ഷാജനും ബോബിയും അതുപോലെ നാട്ടിൽ ഹോളിഡേ ആഘോഷിക്കാൻ എത്തിയ ഷൈജുവും കൊച്ചുറാണിയും ഒക്കെ അവരുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിലും ഞങ്ങളും വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾക്കും വളരെ കൃതജ്ഞരാണ് ഞങ്ങളെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും 1-2 ക്ലിപ്പുകൾ കൂടെ നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമാണത്. തേക്കടിയിൽ എവിടെ നോക്കിയാലും ഒരുപാട് കുരങ്ങന്മാരെ കാണാം. മരങ്ങളിലെല്ലാം നിറച്ചും കുരങ്ങുകളാണ്. അതുപോലെ കൂട്ടം കൂട്ടമായിട്ടാണ് അവർ ഇരിക്കുന്നത്. ഞങ്ങൾ താമസിച്ച റിസോർട്ടുകളിലും അതുപോലെ ഞങ്ങൾ ഒരു ഈവനിങ് സവാരി അവിടെ നടക്കാൻ പോയി. ആ നടപ്പിലൊക്കെ ഞങ്ങൾ 2 സൈഡിലും നിറച്ചും കുരങ്ങുകളെ കണ്ടു. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ നമ്മളോട് വാണിംഗ് തന്നു, ഫോണും ബാഗും ഒക്കെ നിങ്ങളെ വളരെ മുറുക്കെ പിടിച്ചോണം. അത് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പം ഈ കുരങ്ങുകൾ അത് വന്ന് നമ്മുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തോണ്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ താമസിച്ച റിസോർട്ടിലെ സ്റ്റാഫുകൾ നമ്മളോട് പറഞ്ഞായിരുന്നു എപ്പോഴും ഫ്രണ്ട് ഡോറ് ലോക്ക് ചെയ്തിടണം, അല്ലെങ്കിൽ ഈ കുരങ്ങുകൾ ആ റൂമിനുള്ളിൽ വന്നിട്ട് ഫോണും ബാഗും ഒക്കെ എടുത്തുകൊണ്ട് വെളിയിൽ പോകാറുണ്ടെന്ന്. അങ്ങനെ ഒരുപാട് എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ അധികം കെയർഫുൾ ആകണമെന്ന് അവർ നമ്മളോട് പറഞ്ഞു. അതോടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുവാണ്. നിങ്ങളാരെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ തേക്കടിക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഹോളിഡേയിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങളും അതുപോലെ ഞങ്ങൾ വിസിറ്റ് ചെയ്ത തേക്കടിയിലെ ടൈഗർ റിസർവ് ഏരിയയും അതുപോലെ പെരിയാർ ലേക്കും അതുപോലെ തന്നെ തേക്കടിയിലെ സത്രം എന്ന മല നിരകളും അതിൻ്റെ ഭംഗിയുമൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും തേക്കടി വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് സന്ദർശിക്കണം. വളരെയധികം മനോഹരമായ സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളും തേക്കടിക്കൊരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമാകട്ടെ എന്നുള്ള വളരെ സന്തോഷം നിറഞ്ഞ ഒരു പ്രതീക്ഷയോടാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നത്. അപ്പം അടിപൊളി നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ വാച്ച് ചെയ്തവർ നിങ്ങൾ എൻ്റെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് വളരെ നീണ്ടിയൊരു വീഡിയോ ആണെന്നറിയാം, പക്ഷെങ്കിൽ അതിൽ ഞാൻ റെക്കോർഡ് ചെയ്ത എല്ലാ ക്ലിപ്പുകളും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കാര്യം അപ്പം വീഡിയോ വളരെ നീണ്ടു പോവും. നിങ്ങൾക്ക് ഒരിക്കലും അത്രയും ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ. ബൈ.